ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് സർക്കാർ പല ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി, അതായത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് എല്ലാ മാസവും 1000 രൂപ വീതം നൽകുന്ന ഒരു പദ്ധതിയാണിത്. ഇതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ അപേക്ഷ നൽകുക. അതിന് വേണ്ട രേഖകൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, എങ്കിലും ഈ കൂട്ടത്തിൽ ഒന്ന് പറയുകയാണ്. ഒരു കോപ്പി ഫോട്ടോ ആണ് വേണ്ടത്. നിങ്ങളെ വയസ്സ് തെളിയിക്കുന്ന രേഖ വേണം. അതുപോലെ തന്നെ നിങ്ങളെ റേഷൻ കാർഡ് മഞ്ഞയോ പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡോ ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാർ കാർഡ് വേണം. ആധാർ മൊബൈൽ നമ്പറും ലിങ്ക് ആയിരിക്കണം. ഒരു ബാങ്ക് പാസ്ബുക്ക് വേണം. അതിലേക്കായിരിക്കും നിങ്ങളുടെ മാസം തോറും 1000 രൂപ ക്രെഡിറ്റ് ആവുന്നത്. ഇത് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വിഷയം ഇനി BPL റേഷൻ കാർഡുള്ള ആളുകൾക്ക് അവരുടെ വാട്ടർ കണക്ഷൻ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണിപ്പോൾ. അതായത് ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 31 വരെ നമുക്കതിന് അപേക്ഷ കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ അപേക്ഷ കൊടുക്കാത്ത BPL റേഷൻ കാർഡുകാർക്ക് എന്ത് ചെയ്യുക, പുതിയതായിട്ട് വാട്ടർ ബില്ല് ഫ്രീ ആക്കുന്നതിന് കണക്ഷന് അപേക്ഷ കൊടുക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ ഫ്രീ ആയി ഇപ്പം നിലനിന്ന് പോരുന്ന ആളുകൾ, ബില്ലൊന്നും അടക്കാതെ പോകുന്ന ആളുകൾക്ക് പുതുക്കാനുള്ള സമയം കൂടിയാണിത്. ജനുവരി 1 മുതൽ ജനുവരി 31 വരെ. അപ്പോൾ അവരെന്ത് ചെയ്യുക, പുതുക്കാനുള്ള ആളുകൾ അത് പുതുക്കി ഫ്രീ ആക്കണം എന്നുണ്ടെങ്കിൽ പുതുക്കി കൊടുക്കണം. അപ്പോൾ അത് മറക്കണ്ട, അത് ചെയ്യുക. ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകൾക്ക് പുതുതായിട്ട് അപേക്ഷ കൊടുക്കാനും സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ റേഷൻ കാർഡ് ഉടമ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെത്രയും പെട്ടെന്ന് അവരുടെ റേഷൻ കാർഡ് ഉടമനെ മാറ്റേണ്ടതാണ്. അഥവാ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാമെന്ന് ഞാൻ പറയാം. അത് ചെയ്യണം. അപ്പം പല ആളുകളും റേഷൻ കാർഡൊക്കെ ഇപ്പോൾ സെൻറ്ററിൽ കൊണ്ടുവരുന്ന സമയത്ത് അവർ പറയും, മരിച്ചിട്ട് ഓണർ മരിച്ചിട്ട് 5 വർഷമായി 4 വർഷമായി, പക്ഷെ ഇതുവരെ ഉടമനെ മാറ്റിയിട്ടില്ല. പക്ഷെ അതങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് ഉടനെ ആ റേഷൻ കാർഡിലുള്ള മറ്റൊരു അംഗത്തിൻ്റെ പേരിലേക്ക് റേഷൻ കാർഡ് നമ്മൾ മാറ്റണം. അതായത് ഇനി ഉടമ അല്ലെങ്കിലും മാറ്റണം കേട്ടോ. ഉടമയാണെങ്കിൽ മാത്രം മാറ്റിയാൽ പോയി എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റേഷൻ കാർഡിൽ ഉള്ള ഉടമയോ അതിലുള്ള ഏതെങ്കിലും അംഗമോ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മരണ സർട്ടിഫിക്കറ്റും റേഷൻ കാർഡുമായി സെൻറ്ററിൽ വന്ന് അവരെ അത് നീക്കം ചെയ്യുന്നതിനുള്ള, അഥവാ പേര് നീക്കം ചെയ്യുന്നതിനുള്ള നടപടി നമ്മൾ എടുക്കണം. കാരണം മരണപ്പെട്ടു എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ ഈ റേഷൻ കാർഡിൻ്റെ സൈറ്റിലുണ്ട്. എന്ത് കാരണത്താലാണ് ഈ വ്യക്തിയെ നിങ്ങൾ ഒഴിവാക്കുന്നത്, അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിനെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അതിലൊരു ചോദ്യം തന്നെ ഉണ്ട്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലൊരു ചോദ്യമാണ് മരണപ്പെട്ടു. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ അത് ചെയ്തിരിക്കണം, മറക്കരുത് എന്ന് കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ നമ്മളെ വിഷയം ശ്രദ്ധിക്കുക. BPL റേഷൻ കാർഡുള്ള വെള്ളത്തിൻ്റെ കണക്ഷനുള്ള ആളുകൾക്ക് ഫ്രീ ആക്കുന്നതിനുള്ള പുതിയ അപേക്ഷ കൊടുക്കുന്നതും നിലവിലുള്ള ആളുകൾക്ക് പുതുക്കുന്നതിനുള്ള സമയമാണിത്. ജനുവരി 1 മുതൽ ജനുവരി 31 വരെ. ഓക്കെ, അപ്പോൾ ആരും മറക്കണ്ട. പുതിയ വിവരവുമായി വീണ്ടും വരാം. അതുവരെ നൗ സലാം ടെക് സൈനിങ് ഔട്ട്. താങ്ക് യു.